70കളിലും 80കളിലും 90കൾ വരെയും കേരളത്തിൽ ഏറ്റവും സജീവമായി നിന്നിരുന്ന സമാന്തര പ്രസിദ്ധീകരണ ശൃംഖലയെന്നോ സമാന്തര പ്രസിദ്ധീകരണമെന്നോ ഒക്കെ പറയാവുന്ന ഒരു വിഭാഗമാണ് മിനിമാസിക. അത് എൻ്റെ സാഹിത്യ അഭിരുചിയെ കീഴ്മേൽ മറിച്ച ഒരു പുസ്തകം, അല്ലെങ്കിൽ മാറ്റിമറിച്ച ഒരു പുസ്തകം. ബാലസാഹിത്യം എനിക്ക് വഴങ്ങുന്നതായിട്ട് ഞാൻ ഇതുവരെയും എനിക്ക് തോന്നിയിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്നൊരു കാര്യമാണ്. 69ൽ മരിച്ചിട്ട് ഏതാണ്ട് 50 വർഷമാകുന്നു, അരനൂറ്റാണ്ടോളമാകുന്നു. അവരെക്കുറിച്ച് ഒരു PRD ചെയ്ത ഒരു ഡോക്യുമെൻ്ററി അല്ലാതെ മറ്റൊന്നും കേരളത്തിലില്ല. അത്രത്തോളം ബംഗാൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് അതിൻ്റെ നവോത്ഥാന കാലഘട്ടത്തിൽ നിന്ന്, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നിന്ന്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നാളുകളിൽ നിന്നൊക്കെ ബംഗാൾ അതിൻ്റെ ഒരു വലിയ സുവർണ്ണ പാരമ്പര്യം കൈവെടിഞ്ഞ് വളരെ വേഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമസ്കാരം, ഞാൻ സുസ്മേഷ് ചന്ദ്രോത്ത്. 90കളിൽ മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വന്ന ഒരു എഴുത്തുകാരനാണ് ഞാൻ. 90കളെന്ന് പറയാനൊരു കാരണമുണ്ട്. മലയാളത്തിലെ ചെറുകഥ ആധുനികതയ്ക്ക് ശേഷം ആധുനികതയുടെ പ്രമുഖ വക്താക്കളായിരുന്ന എഴുത്തുകാരുടെ അനുകർത്താക്കളായി വന്ന ധാരാളം എഴുത്തുകാരുടെ ഉപദ്രവം കൊണ്ട് വായനക്കാരിൽ നിന്ന് അകന്നു നിൽക്കുന്ന കാലമായിരുന്നു ഏതാണ്ട് 80കളും 90കളുമൊക്കെ. അപ്പോൾ ആ 90കളിൽ ഏതാണ്ട് അതിൻ്റെ ഒരു അലയടങ്ങിയതിന് ശേഷം സാധാരണ വായനക്കാർ കഥയിലേക്ക് തിരികെ വന്നു തുടങ്ങിയ ഒരു സമയത്താണ് ഞാൻ മലയാളത്തിലെ കഥാരംഗത്തേക്ക് മെല്ലെ കടന്നു വരുന്നത്. 2000-ലാണ് ഞാൻ എഴുത്തിലേക്ക് ശരിയായ വിധത്തിൽ പ്രവേശിക്കുന്നതെങ്കിലും അതിൻ്റെ ഒരു തുടക്കം 90കളുടെ ആരംഭമായിരുന്നു. എന്തുകൊണ്ടാണ് ചെറുകഥ എന്ന് എന്നോട് ചോദിച്ചാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാധ്യമം, സാഹിത്യത്തിൽ ഞാൻ പ്രവർത്തിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന മാധ്യമം എന്നുള്ള നിലയിലാണ് ചെറുകഥ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ ലോകത്തെങ്ങുമുള്ള ആരംഭം മുതലുള്ള കഥാസാഹിത്യത്തിൻ്റെ തുടക്കം മുതൽ ഇങ്ങ് വരെയുള്ള കാലം, അതിൻ്റെ ചരിത്രവും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, കഥയ്ക്ക് നിയതമായ ഒരു ചട്ടക്കൂടും അതിൻ്റേതായ ഒരു ക്രാഫ്റ്റും ഉണ്ട്. അതിനെ നമുക്ക് വല്ലാതെ ഭേദിക്കാൻ സാധിക്കില്ല. അതേസമയം അതത് ഭാഷകളിലെ അതത് കാലത്തെ അതത് സാഹചര്യങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ട് എഴുത്തുകാർക്ക് സ്വാതന്ത്ര്യമെടുത്ത് കഥ എഴുതാൻ സാധിക്കുകയും ചെയ്യും. എങ്കിൽ പോലും ഒരു വലിയ കുതിച്ചുചാട്ടം അല്ലെങ്കിൽ ഒരു ഉടച്ചു വാർക്കൽ കഥ എന്ന മാധ്യമത്തിൽ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം പരിമിതികൾ അതിനകത്ത് നിൽക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ വേറിട്ട രചന നടത്താമെന്നുള്ള, അതോടൊപ്പം തന്നെ അതിൻ്റെ ക്രാഫ്റ്റ് അംഗീകരിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും എങ്ങനെ രചന നടത്താമെന്നുമുള്ള ഒരു വലിയ വെല്ലുവിളി ഈ കഥയെഴുത്തിലുണ്ട്. അതുകൊണ്ടായിരിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെറുകഥ പ്രിയപ്പെട്ട മാധ്യമമാകുന്നത്. തൊണ്ണൂറുകളിൽ ഞാൻ പറഞ്ഞല്ലോ, എഴുത്തിലേക്ക് വന്ന കാര്യം പറഞ്ഞു. എൻ്റെ ആദ്യ രചന അച്ചടിച്ച് വരുന്നത് മലപ്പുറത്ത് നിന്നിറങ്ങിയ കൊലുസ് എന്ന പേരുള്ള ഒരു മിനി മാസികയിലാണ്. ഒരു ഇല്ലൻ്റെ വലിപ്പമുള്ള ഒരു കുഞ്ഞു പ്രസിദ്ധീകരണം. ഇന്ന് ഒരുപക്ഷെ അതിനെപ്പറ്റി പറയുമ്പോൾ ഇപ്പോഴത്തെ വായനക്കാർക്ക് അതെന്താണെന്ന് അറിയണമെന്നില്ല. ആ കാലത്ത് 70കളിലും 80കളിലും 90കൾ വരെയും കേരളത്തിൽ ഏറ്റവും സജീവമായി നിന്നിരുന്ന സമാന്തര പ്രസിദ്ധീകരണ ശൃംഖലയെന്നോ സമാന്തര പ്രസിദ്ധീകരണമെന്നോ ഒക്കെ പറയാവുന്ന ഒരു വിഭാഗമാണ് മിനിമാസികകൾ. അതിലായിരുന്നു എൻ്റെ ആദ്യകാല കഥകളെല്ലാം തന്നെ വന്നിട്ടുള്ളത്. വളരെ ചെറിയ കഥകൾ, ഒരു പാരഗ്രാഫ് എന്നൊക്കെ വലിപ്പം പറയാവുന്ന കൊച്ചു കൊച്ചു കഥകൾ. പിന്നീട് എൻ്റെ ഒരു കഥ ആദ്യമായിട്ട് ഒരു വലിയ പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ച് വരുന്നത് ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പിലാണ്. ആ കഥ ഞാൻ സമാഹാരത്തിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ അതാണ് എൻ്റേതായിട്ട് അച്ചടിച്ച ഒരു ഇല്ലസ്ട്രേഷനോട് കൂടിയിട്ട് അച്ചടിച്ച് വരുന്ന ആദ്യത്തെ കഥ. രവീന്ദ്രൻ പുത്തൂർ എന്ന് പേരുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു വരച്ചത്. അത് 93ലാണ് ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പിൽ വരുന്നത്. പിന്നീട് എൻ്റെ ഒരു വലിയ കഥ, അതിനുശേഷം പല സമാന്തര പ്രസിദ്ധീകരണങ്ങളിലും കഥ വന്നതിന് ശേഷം ഒരു വലിയ കഥ പിന്നീട് വരുന്നത് 2000-ൽ ദേശാഭിമാനി വാരികയിലാണ്. വെയിൽ ചായുമ്പോൾ നദിയോരം എന്നായിരുന്നു ആ കഥയുടെ പേര്. അതിനുശേഷം ഒരു 5 വർഷക്കാലത്തിനുള്ളിൽ ഞാൻ എഴുതിയ കഥകളും കൂടി ചേർത്തിട്ടാണ് 2005-ൽ വെയിൽ ചായുമ്പോൾ നദിയോരം എന്ന കഥാസമാഹാരം ഞാൻ പ്രസിദ്ധീകരിക്കുന്നത്. ആണ്ട് മുതൽ മുഖ്യധാര പ്രസിദ്ധീകരണങ്ങളിൽ ഞാൻ ചെറുകഥകൾ എഴുതി തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലുള്ള ആഗ്രഹമാണ് നോവൽ എഴുതുക എന്നുള്ളത്. അതിനൊരു കാരണമുണ്ട്. അതായത് ഞാനൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് വായിച്ച പുസ്തകമാണ് ലാറ്റിൻ അമേരിക്കൻ നോവലിസ്റ്റായ ഹുവാൻ റൂൾഫോയുടെ പെഡ്രോ പരാമോ. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അത് എൻ്റെ സാഹിത്യ അഭിരുചിയെ കീഴ്മേൽ മറിച്ച ഒരു പുസ്തകം, അല്ലെങ്കിൽ മാറ്റിമറിച്ച ഒരു പുസ്തകമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതുവരെ ഞാൻ പരിചയിച്ച പുസ്തകങ്ങളെല്ലാം വളരെ റിയലിസ്റ്റിക്കായ ഒരു ജീവിത സാഹചര്യത്തെ
വിവരിക്കുന്നതാണ്. ബാലസാഹിത്യമായാലും സാമൂഹിക കഥകളായാലും നോവലുകളായാലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ പെട്രോ പരാമോ വായിക്കുമ്പോൾ മറ്റൊരു വിധത്തിലുള്ള ആഖ്യാനം എഴുത്തിൽ സാധ്യമാണെന്ന് എനിക്ക് ബോധ്യമാകുന്നുണ്ട്. ഒട്ടും വിശ്വസനീയമല്ലാത്ത ഒരു കഥാപശ്ചാത്തലത്തിൽ നടക്കുന്ന കുറേ സംഭവങ്ങളാണ് ഈ പെദ്രോ പരാമോയുടെ ഉള്ളടക്കം. അത് എന്നെ തുടർന്ന് കൂടുതൽ വിദേശ നോവലുകളുടെ വായനകളിലേക്ക് നയിച്ചു. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യം മാത്രമല്ല, മറ്റ് യൂറോപ്യൻ ഭാഷകളിൽ നിന്നും മറ്റ് ഇടങ്ങളിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ള പുസ്തകങ്ങൾ. അപ്പോൾ അതിലൊക്കെ തന്നെ ഈ നരേഷനിൽ, ആഖ്യാനത്തിൽ നോവൽ കൊണ്ടുവരുന്ന ഒരു വലിയ സ്വാതന്ത്ര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് ചെറുകഥ പോലെയല്ല. ചെറുകഥയ്ക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു മുറുക്കി കെട്ടിയ ഒരവസ്ഥയുണ്ട്. ആ മുറുക്കത്തിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാൻ എളുപ്പമല്ല. അങ്ങനെ പുറത്ത് കിടന്നാൽ ചെറുകഥ എന്ന ആ കഥാശില്പത്തിൻ്റെ ഭദ്രത നഷ്ടമാകും. പക്ഷേ നോവലിന് ആ പ്രശ്നമില്ല. നോവലൊരു വലിയ ക്യാൻവാസിൽ നമുക്ക് എത്ര വേണമെങ്കിലും കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് എത്ര വേണമെങ്കിലും വഴിമാറി സഞ്ചരിച്ചുകൊണ്ട് രചന നടത്താൻ പറ്റുന്നൊരു സ്പേസാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി നോവൽ പോലെയുള്ളൊരു വലിയ മാധ്യമത്തിൽ പണിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ എഴുതാൻ തുടങ്ങിയതാണ്. പല നോവലുകളും എഴുതി, അത് പലതും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അങ്ങനെ പൂർത്തിയാക്കാൻ സാധിച്ച എൻ്റെ ആദ്യത്തെ നോവലാണ് ഡി. അത് 2004 DC ബുക്സ് നടത്തിയ നോവൽ കാർണിവൽ മത്സരത്തിന് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ ആ പുസ്തകത്തിന് 1ാം സമ്മാനം കിട്ടി. അത് 2005 അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഇത്ര കണ്ട് മീഡിയയും മറ്റുമൊന്നും ഇല്ലാതിരുന്നൊരു കാലമാണ്. സോഷ്യൽ മീഡിയ ആക്റ്റീവല്ല, സ്വകാര്യ ചാനലുകൾ ആക്റ്റീവായിട്ടില്ല. അപ്പോൾ ആ സമയത്ത് അതിന് കിട്ടിയ ഒരു അറ്റൻഷൻ, പത്രം, ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ കിട്ടിയ വലിയൊരു അറ്റൻഷൻ ആണ് എന്നെ മലയാള സാഹിത്യത്തിൽ ഒരു പരിചയപ്പെടുത്തലിന് വലിയ രീതിയിൽ സഹായിച്ചത്. അത് DC ബുക്സാണ് ആ മത്സരം നടത്തിയത്. എനിക്ക് DC ബുക്സിനോട് വലിയ കടപ്പാടുണ്ട്. ആ പുസ്തകത്തിന് ശേഷം പിന്നീട് ഞാൻ 9 എന്ന നോവൽ എഴുതി. അത് മാതൃഭൂമി ആഴ്ചപതിപ്പിലാണ് ഖണ്ണശ പ്രസിദ്ധീകരിച്ചു വന്നത്. പുസ്തകം പിന്നീട് DC ബുക്സ് പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം ഞാൻ മാധ്യമ ആഴ്ചപതിപ്പിൽ പേപ്പർ ലോഡ്ജ് എന്ന നോവൽ എഴുതി. ദേശാഭിമാനി വാരികയിൽ ആത്മഛായ എന്ന നോവൽ എഴുതി. അപ്പോൾ ഇത് 4മാണ് ഞാൻ എഴുതിയ കുറച്ച് വലിപ്പമുള്ള നോവലുകൾ. അതുകൂടാണ്ട് അതിനിടയിൽ ചെറുകഥകളും ചെറിയ ചെറിയ നോവലുകളും വേറെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ ഇഷ്ടമുള്ള ഒരു മാധ്യമമാണ് നോവൽ. എൻ്റെ വായനക്കാർ എന്നോട് എൻ്റെ എഴുത്തിൻ്റെ ആദ്യകാലം മുതൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം എന്തുകൊണ്ട് പേരുകൾ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അത് കഥകളുടെ പേരുകൾ മാത്രമല്ല, നോവലിൻ്റെ പേരും കഥാപാത്രങ്ങളുടെ പേരുകളും. സത്യത്തിൽ ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ഗൗരവമായി ചിന്തിച്ചിരുന്നില്ല. ഈ ചോദ്യം പല കോണിൽ നിന്നായി പലപ്പോഴായി വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് തിരിഞ്ഞു നിന്ന് ആലോചിച്ചത്. അപ്പോൾ ഡി എന്ന ടൈറ്റിൽ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷമാണ് ആ നോവൽ എഴുതി തുടങ്ങുന്നത്. 2003, 2004 പീരീഡിൽ. അന്ന് എനിക്ക് ഡി എന്ന പേരിൽ പുറത്ത് നോവലുകൾ ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത്ര കണ്ട് പുറമേയുള്ള വിദേശ നോവലുകൾ വായിക്കുന്ന ഒരു ശീലം ഒന്നും ആരംഭിച്ചിട്ടുമില്ല. 2002, 2003 ആ പീരീഡിൽ ഈ ഡി എന്ന നോവലിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു സാങ്കല്പിക നഗരത്തെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടാണ് ആ നോവൽ എഴുതുന്നത്. അപ്പോൾ അതിന് ഉചിതമായ ഒരു പേര് ഡി പോലെയുള്ളൊരു ചുരുക്കക്ഷരമായിരിക്കുന്നെന്ന് തോന്നിയത് കൊണ്ടാണ് ഇട്ടത്. പിന്നീട് 9 എന്ന നോവൽ എഴുതുമ്പോൾ അത് സത്യത്തിൽ ഒറ്റയ്ക്കായി പോയ കുറേ മനുഷ്യരുടെ കഥയാണ് പറയുന്നത്. പ്രത്യേകിച്ചും അതിലെ കേന്ദ്ര കഥാപാത്രം തനിച്ചായി പോയ ഒരാളാണ്. അപ്പോൾ അന്നത്തെ എനിക്ക് എൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിയിൽ തോന്നിയ ഒരാശയമാണ് ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒറ്റ സംഖ്യകളിൽ അവസാനത്തെയാൾ 9. 1 മുതൽ നമ്മളെടുത്താൽ 9 എത്തുന്നതോടുകൂടി ഒറ്റ സംഖ്യകൾ അവസാനിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ 9 എന്നുള്ളൊരു പേര് ആ നോവലിന് കൊടുത്തു. പക്ഷേ ആ ടൈറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ രസകരമായൊരു കാര്യം പിന്നീടാണ് ഞാൻ അറിയുന്നത്. ഭിന്നലിംഗക്കാരായ ആളുകളെ പ്രാദേശികമായിട്ട് പല സ്ഥലത്തും വിളിക്കുന്നതും വിശേഷിപ്പിക്കുന്നത് 9 എന്നുള്ളതാണ്. ഇപ്പോൾ അക്കൈ പത്മശാലി എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൻ്റെ ഒരു പുസ്തകം ഇപ്പോൾ കന്നഡ, ഒരു ബാംഗ്ലൂരിലാണ് പുസ്തകം വന്നിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അവരെ വിളിക്കുന്ന പലതരം പേരുകളിൽ ഒന്നായിട്ട് ഈ 9 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേരളത്തിൽ മാത്രമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് വെളിയിലും പ്രചാരത്തിലുണ്ട്. അപ്പോൾ അന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു. പക്ഷേ അതായിരുന്നില്ല ആ പേരിടുന്നതിൻ്റെ പുറകിലുണ്ടായ കാര്യം. ഒറ്റപ്പെട്ടു പോയ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരാൾ എന്നുള്ള അർത്ഥം വരുന്ന വിധത്തിലാണ്. കുട്ടികൾക്ക് വേണ്ടി എഴുതിയത് സത്യത്തിൽ എൻ്റെ ഒരു നിവൃത്തികേടെന്നോ അല്ലെങ്കിൽ നിർബന്ധത്തിന് പുറത്തുനിന്നോ പറയാം. എന്താണെന്ന് വെച്ചാൽ ബാലസാഹിത്യം എനിക്ക് വഴങ്ങുന്നതായിട്ട് ഞാൻ ഇതുവരെയും എനിക്ക് തോന്നിയിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ തളിര് മാസികയുടെയും യുറീക്ക മാസികയുടെയും പത്രാധിപന്മാർ അതത് കാലത്ത് നിർബന്ധിച്ചപ്പോൾ ഞാൻ എഴുതി നോക്കിയതാണ്. അത് നല്ല രചനകളാണെന്ന് എനിക്ക് അവകാശം ഇല്ല. കാരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ളത് അർക്കാദി ഗൈദാറിനെ പോലെയുള്ള റഷ്യൻ എഴുത്തുകാരുടെ ബാലസാഹിത്യ രചനകളാണ്. ചെറുപ്പം എന്ന് പറയുമ്പോൾ ഏതാണ്ട് സ്കൂളിൽ പോകുന്ന കാലം മുതൽ ഞാൻ വായിക്കാൻ തുടങ്ങിയെന്നാണ് എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു 6-7 വയസ്സ് മുതൽ ഒരു 10, 12, 14 വയസ്സ് വരെ ആവുന്നൊരു സമയത്തിനുള്ളിൽ ഞാൻ ഒരുപാട് റഷ്യയിൽ നിന്നുള്ള
വിവർത്തനങ്ങൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജർമ്മൻ ഭാഷയിൽ നിന്നുള്ള ബാലസാഹിത്യ കൃതികൾ, അതുപോലെ തന്നെ ഈസോപ്പ് കഥകൾ പോലെയുള്ള വളരെ ആരംഭകാലം മുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന നാടോടി കഥകളുടെ വലിയൊരു കളക്ഷൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ റെഡ് ഇന്ത്യൻസിൻ്റെ ഇടയിൽ പ്രചാരത്തിലുള്ള നാടോടി കഥകളൊക്കെ അതിനകത്ത് വരും. അപ്പോൾ അത്തരത്തിലുള്ള കഥകൾ, ഇപ്പോൾ ലക്ഷദ്വീപിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കഥകൾ മുല്ലക്കോയ സമാഹരിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ബാലസാഹിത്യത്തിൻ്റെ ഒരു വലിയ വായന ഞാൻ നടത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ പ്രായത്തിൽ, സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ബാലസാഹിത്യത്തെക്കുറിച്ചിട്ടൊരു ഉന്നതമായൊരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ ലൂയിസ് കാരളൊക്കെ എഴുതുന്നത് പോലെയുള്ള ഒരു ഫിക്ഷൻ ഉണ്ടാക്കാൻ ഉള്ളൊരു ശേഷി എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് കുട്ടികൾക്കുള്ള എഴുത്തെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാൻ അത് തുടർന്നില്ല. രണ്ടോ മൂന്നോ രചനകൾ എഴുതിയിട്ട് ഞാൻ അങ്ങനെ നിർത്തി. ഈ സാഹിത്യത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ പാരലലായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു അഭിനിവേശമാണ് സിനിമയുടേത്. എനിക്ക് തോന്നുന്നു ഈ പോയ നൂറ്റാണ്ടിനെ ഏറ്റവും സ്വാധീനിച്ച കലകളിൽ ഒന്ന് എന്നുള്ള നിലയിൽ സിനിമയ്ക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട് മൊത്തം കലാസ്വാദകർക്കിടയിൽ. സിനിമ ഒരു വലിയ ഒരു പാഷനായി വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടമായിരുന്നു സിനിമയിൽ പ്രവർത്തിക്കാൻ. അങ്ങനെയാണ് ഞാൻ വളരെ യാദൃച്ഛികമായി 2006 പകൽ എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നത്. പക്ഷേ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ആ സിനിമയുടെ ചിത്രീകരണം കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ചും അതൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്ന, കമേഴ്ഷ്യൽ സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് സമയത്തെ അത് അപഹരിക്കുന്നുണ്ട്. മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ വരെ നമ്മൾ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടതായിട്ട് വരുന്നു. പകലെന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി ആ പടം ഇറങ്ങുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത്, ഞാൻ ഇതിൽ തുടരാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഞാൻ ലിറ്ററേച്ചറിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ലിറ്ററേച്ചറിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വഴി തടസ്സപ്പെടും എന്നെനിക്ക് തോന്നി. ഇതാരും പറഞ്ഞിട്ടല്ല, എനിക്ക് സ്വയം തോന്നിയൊരു ഭീതിയാണത്. കാരണം അന്ന് ഞാൻ 2006 എന്ന് പറയുമ്പം ഈ DC ബുക്സിൻ്റെ നോവൽ അവാർഡൊക്കെ കിട്ടി ഞാൻ എഴുത്തിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു ഭാഷയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എൻ്റെ വായന പോലും ഇങ്ങ് എത്തിയിട്ടില്ല. എനിക്ക് ഒരുപാട് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ സമയത്ത് സിനിമയ്ക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ മിക്കവാറും സിനിമ മാത്രമേ ചിലപ്പോൾ ഉണ്ടാവൂ, ചിലപ്പോൾ സിനിമയും ഉണ്ടാകണമെന്നില്ല എന്നുള്ളൊരു ഭീതി മനസ്സിൽ വന്നപ്പോഴാണ് ഞാൻ തിരക്കഥയിൽ നിന്ന് ഭാഗികമായിട്ടെന്നുള്ള പോലെ മാറിയത്. പക്ഷേ പിന്നീട് അതിൽ പരിചയമുള്ള പലരും വിളിച്ചപ്പോൾ അവർക്ക് വേണ്ടി പോയി എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം അമൃത ടെലിവിഷൻ നിർമ്മിച്ച ഒരു ടെലിവിഷൻ പ്രോഗ്രാമായിരുന്നു ഒരു ഓണക്കാലത്തെ മൂവി ഫോർ ടെലിവിഷൻ. അതിൽ വന്ന 1 മണിക്കൂർ നീളമുള്ള ഒരു പടമായിരുന്നു ആതിര പത്തുസി. അതെൻ്റെ തന്നെ മരണവിദ്യാലയം എന്ന കഥയെ ആശ്രയിച്ച് അജൻ എന്ന് പേരുള്ള ഒരു ഡയറക്ടർ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത പടമാണ്. ഞാൻ തന്നെയായിരുന്നു തിരക്കഥ എഴുതി. ആ വർഷത്തെ 5 സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡുകൾ ആതിര പത്തുസിക്ക് കിട്ടിയിരുന്നു. പിന്നീട് പ്രിയനന്ദൻ തന്നെ ഒരു ഹ്രസ്വ ചിത്രത്തിന് വേണ്ടി വിളിച്ചപ്പോൾ പോയി അശോകൻ ചെരുവിൻ്റെ ഒരു കഥയ്ക്ക് ഞാൻ തിരക്കഥ എഴുതി. അതൊക്കെ ആ മീഡിയയിൽ സുഹൃത്തുക്കൾ അവരുടെ ഒരു ആഗ്രഹപ്രകാരം വിളിച്ചപ്പോൾ പോയി ചെയ്തു എന്നേ ഉള്ളൂ. അതുകൂടാണ്ട് ഞാൻ അതിനായിട്ട് ശ്രമിച്ചിട്ടില്ല. അതിന് കാരണം ഞാൻ മുമ്പ് പറഞ്ഞാണ്, എനിക്കിപ്പോൾ പരിചയമുള്ള ഒരുപാട് എൻ്റെ എഴുത്ത് സുഹൃത്തുക്കൾ സിനിമാ തിരക്കഥയ്ക്ക് വേണ്ടി പോയിട്ട് സാഹിത്യത്തിൽ നിന്ന് വല്ലാതെ അകന്നു പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അന്നെടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ 2018 ഈ പറഞ്ഞ പോലെ വളരെ യാദൃച്ഛികമായിട്ട് ഒരു സിനിമയുടെ ഒരു സംവിധാന ചുമതല ഏറ്റെടുക്കേണ്ടി വന്നു. അത് ഞാൻ കൊൽക്കത്തയിൽ ചെന്നതിന് ശേഷമുള്ള, ഞാൻ അവിടുന്ന് പരിചയപ്പെട്ട TK ഗോപാലൻ, അദ്ദേഹത്തിൻ്റെ ചെറിയമ്മയാണ് മലയാളത്തിലെ വിഖ്യാതയായ ചിത്രകാരി TK പത്മിനി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട സമയത്ത് എന്നോട് TK ഗോപാലൻ ഒരിക്കൽ ചോദിച്ചു, ഒരു ഡോക്യുമെൻ്ററി ചെറിയമ്മയെക്കുറിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഡോക്യുമെൻ്ററി ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, മറ്റൊന്നും കൊണ്ടല്ല. TK പത്മിനി 1969 മരിച്ചുപോയി, 29ാമത്തെ വയസ്സിൽ. 69 മരിച്ചിട്ട് ഏതാണ്ട് 50 വർഷമാകുന്നു, അരനൂറ്റാണ്ടോളമാകുന്നു. അവരെക്കുറിച്ച് ഒരു PRD ചെയ്ത ഒരു ഡോക്യുമെൻ്ററി അല്ലാതെ മറ്റൊന്നും കേരളത്തിലില്ല. അവരുടെ ഓർമ്മ നിലനിർത്തുന്നതിനാവശ്യമായി യാതൊന്നും കേരളത്തിലില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയൊരു ഡോക്യുമെൻ്ററിക്കല്ല പ്രസക്തി, കുറേയും കൂടി കൂടുതൽ ആളുകൾ കാണുന്ന വിധത്തിൽ അവരുടെ ജീവിത കഥയൊന്ന് നരേറ്റ് ചെയ്യാം, ഒരു ഫിക്ഷൻ്റെ മൂഡിൽ ചെയ്യാം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയും. അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തപ്പം സംഭവിച്ച ഒരു സിനിമയാണ് പത്മിനി എന്ന് പേരുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധപ്രകാരം, ആഗ്രഹപ്രകാരം അതിലേക്ക് എത്തിപ്പെട്ടതാണ്. അന്ന് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പുകളൊന്നും ആയിരുന്നില്ല. ഞാൻ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുമല്ല. പക്ഷേ അങ്ങനെ ഒരു സിനിമ ചെയ്യേണ്ടതായിട്ട് വന്നപ്പോൾ ഞാൻ അത് അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. പത്മിനി വളരെ ചെറിയ പൈസ കൊണ്ട് ഒരുപാട് പരിമിതികൾക്കകത്ത് നിന്ന് പൂർത്തിയാക്കിയ സിനിമയാണ്. അതിൻ്റേതായ പോരായ്മകൾ ആ സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ പോലും TK പത്മിനി എന്ന 29ാമത്തെ വയസ്സിൽ മൺമറഞ്ഞ ഒരു വലിയ പ്രതിഭയുടെ ജീവിതത്തെ ഒരു വീഡിയോ ഹാൻഡ് ബുക്ക് എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സിനിമയെ വിളിക്കാം, അത്രയ്ക്കൊക്കെ ഉള്ളൂ. പക്ഷേ ആ മട്ടിലെങ്കിലും അത് പറഞ്ഞു വയ്ക്കാൻ അന്ന് സാധിച്ചു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കാവുന്ന ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. കാരണം അതിനുശേഷമാണ് കേരളത്തിലെ ലളിതകലാ അക്കാദമി
അവർക്കായിട്ടൊരു മ്യൂസിയം തന്നെ തുറന്നു. അവരുടെ ഹാൻഡ് ബുക്കുകളും ഡ്രോയിങ് ബുക്കുകളും കത്തുകളുമൊക്കെ സൂക്ഷിക്കുന്നൊരു മ്യൂസിയം, അവരുടെ പെയിൻറ്റിങ്ങുകൾ സൂക്ഷിക്കുന്ന ഒരു പെർമനൻ്റ് ആർട്ട് ഗാലറി ഒക്കെ ആരംഭിച്ചത് അതിന് ശേഷമാണ്. അങ്ങനെ അനവധി സംഭവങ്ങൾ അതിനെ തുടർന്ന് അവരുടെ നാടായ കാടഞ്ചേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുണ്ടായി. അപ്പോൾ അതിനൊക്കെ നിമിത്തമാകാൻ ആ സിനിമ കൊണ്ട് സാധിച്ചു. പക്ഷെ അത് ഞാൻ യാദൃശ്ചികമായിട്ട് അതിലേക്ക് വന്നതാണ്. 2014 ഞാൻ കേരളത്തിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് താമസം മാറുന്നത്. കൊൽക്കത്തയിൽ താമസിക്കാൻ ചെന്നതിന് ശേഷം അനുഭവിച്ച, കണ്ടറിഞ്ഞ കൊൽക്കത്ത നഗരം, അതുപോലെ തന്നെ ബംഗാളിൻ്റെ ഗ്രാമപ്രദേശങ്ങൾ, ബംഗാളിൻ്റെ പൊതുവായ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക ജീവിതം, സാഹിത്യ ജീവിതം ഒക്കെ എന്നെ സ്വാധീനിച്ചതിൻ്റെ ഫലമായി പലപ്പോഴായി ഞാൻ എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് സുഭാഷ് ചന്ദ്രബോസിന് നേരെ ഇപ്പോൾ ആരും നോക്കുന്നില്ല എന്ന പുസ്തകം. ആ പുസ്തകത്തിൻ്റെ ടൈറ്റിലേക്ക് വന്നത് ഈ കോവിഡ് കാലത്ത് നമ്മൾ ആദ്യമായിട്ട് ലോക്ക്ഡൗണിലേക്ക് പോയ സമയത്ത്, ജനതാ കർഫ്യൂ വന്നു, ലോക്ക്ഡൗൺ വന്നു. ഈ സമയത്തൊക്കെ ഞാൻ കൽക്കത്തയിലാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ആരുമില്ല. ആദ്യത്തെ ആ പേസിൽ, കോവിഡിൻ്റെ അടച്ചിരിപ്പിൻ്റെ ആദ്യത്തെ ആ ഒരു ഘട്ടത്തിൽ ഏതാണ്ട് ഒരു 8 മാസത്തോളം, 8.5 മാസത്തിൻ്റെ അടുത്ത് ഞാൻ തനിച്ച് ആയിരുന്നു ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത്. അപ്പോൾ ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല. 4ാം നിലയിലെ ഫ്ലാറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങാതെ 8.5 മാസത്തോളം ഞാൻ കഴിച്ചു കൂട്ടി. അപ്പോൾ അന്ന് കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ, എനിക്ക് പരിചയമുള്ള ആളുകൾ, ഇപ്പോൾ സുനിൽ പീളയുടെ മാഷെ പോലുള്ള ആളുകളൊക്കെ വിളിച്ചിട്ട് ഞാൻ കംഫർട്ടാണോ എന്ന് ചോദിക്കേണ്ടേ, മാനസികാവസ്ഥയിൽ കംഫർട്ടാണോന്ന്. കാരണം ആളുകൾക്ക് ലോകത്ത് തന്നെ ഈ ഒരു ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് മറ്റൊരു ഈ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ കണ്ടെയ്ൻമെൻറ്റ് സോൺ ഇതൊക്കെ ശീലിക്കുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടുന്നത്. അത് ഒരുപാട് പേർക്ക് മാനസിക വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമായിരുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു 2010 ശേഷം ഞാൻ തികച്ചും തനിച്ച് ഏകാന്ത ജീവിതം നയിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ സാധാരണ ജീവിതത്തിൻ്റെ ഒരു തുടർച്ച മാത്രമായിരുന്നു ലോക്ക്ഡൗൺ. പക്ഷേ അങ്ങനെ അല്ലാത്ത ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ ഉത്കണ്ഠപ്പെടുകയും എന്നെ വിളിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ വിളിച്ച ഒരാളാണ് മാതൃഭൂമി വാരാന്ത പതിപ്പിൽ നിന്ന് ശ്രീകാന്ത് കോട്ടയ്ക്കൽ. ശ്രീകാന്ത് ബംഗാളിലെ, കൊൽക്കത്തയിലെ ലോക്ക്ഡൗൺ അനുഭവങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് എഴുതിയ അനുഭവമാണ് സുഭാഷ് ചന്ദ്രബോസിന് നേരെ ഇപ്പോൾ ആരും നോക്കുന്നില്ല എന്നത്. നോക്കുന്നില്ല എന്നോ നോക്കാറില്ലെന്നോ അങ്ങനെ എന്താണ് ടൈറ്റിൽ. അത് ബംഗാളിലെ കൽക്കത്തയിൽ ശ്യാംബസാർ എന്ന് പേരുള്ള ഒരു ഏരിയ ഉണ്ട്. ഒരു 5 കൂടിയ ജംഗ്ഷനാണ്. 4 വഴികളല്ല 5 വഴികളുണ്ട് അവിടെ. അതിന് നടുക്ക് വെച്ചിട്ടുള്ള ഒരു പ്രതിമയാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ. അത് അദ്ദേഹം കുതിരപ്പുറത്തിരുന്ന് വരുന്ന ഒരു പ്രതിമ. ആ പ്രതിമയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതൊരു വഴിയടയാളമാണ്. അവിടെ വരുന്ന അല്ലെങ്കിൽ ആളുകൾ, അല്ലെങ്കിൽ ബംഗാളികൾ ഈ 5 ഡയറക്ഷനിലേക്കും പോകുന്നതിൻ്റെ ദിശ പറയുന്നത് ഈ സുഭാഷ് ചന്ദ്രബോസ് ഇരിക്കുന്ന പ്രതിമയുടെ ഓരോ അടയാളം വെച്ചിട്ട്, അത് വാലിന്ന ദിക്കിലേക്ക്, കൈകൾ ഇന്ന ദിക്കിലേക്ക്, മുഖം ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ നോട്ടം ഇന്ന ദിക്കിലേക്ക്. അപ്പോൾ 5 ദിക്കിലേക്കായിട്ട് ഈ അവയവങ്ങൾ തിരിഞ്ഞിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് അടയാളം പറയുന്ന ഒരു സ്ഥലമാണ് ഈ ശ്യാം ബജാറിൻ്റെ ഏരിയ. അപ്പോൾ അവിടെ ഈ നഗരമധ്യത്തിൽ നിൽക്കുന്ന സുഭാഷ് ചന്ദ്രബോസിനെ ബംഗാളികളോ മറ്റാളുകളോ ഇപ്പോൾ നോക്കുന്നില്ല എന്നുള്ള ഒരു, അത്രത്തോളം ബംഗാൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് അതിൻ്റെ നവോത്ഥാന കാലഘട്ടത്തിൽ നിന്ന്, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നിന്ന്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നാളുകളിൽ നിന്നൊക്കെ ബംഗാൾ അതിൻ്റെ ഒരു വലിയ സുവർണ്ണ പാരമ്പര്യം കൈവെടിഞ്ഞ് വളരെ വേഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും 2013 ശേഷം തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം മാറിയിരിക്കുന്നു എന്നുള്ളൊരു സൂചനയിൽ നിന്നാണ് ടൈറ്റിൽ ഉണ്ടാകുന്നത്. ബംഗാൾ എന്നെ മാറ്റിമറിച്ച ഒരു സംസ്ഥാനമാണ്, അല്ലെങ്കിൽ കൊൽക്കത്ത നഗരം എന്നെ മാറ്റിപ്പണിത ഒരു സ്ഥലമാണ്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ അതുവരെ ജീവിച്ച കേരളത്തിൻ്റെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ ജീവിത സാമൂഹിക സാഹചര്യങ്ങളായിരുന്നേയില്ല കൊൽക്കത്തയിൽ എനിക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞത്. അത് എൻ്റെ എഴുത്തിനെയും വായനയെയും ജീവിതത്തെയും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. മറ്റൊന്നും എടുത്തു പറയാനുള്ള കാരണം, ചരിത്രത്തിൻ്റെ ഒരു വലിയ പാരമ്പര്യമുള്ള സ്ഥലമാണ് കൊൽക്കത്ത. നമുക്ക് പഠിച്ചിട്ടുണ്ട് നമ്മൾ, വിഭജനം മുതൽ അതിന് മുമ്പുണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന് മുമ്പുള്ള ബ്രിട്ടീഷ് പീരീഡിലൊക്കെ നടന്നിട്ടുള്ള കലാപങ്ങളും പലായനങ്ങളും കൂട്ടക്കുരുതികളും ഒക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം സഹിച്ച, വിഭജിച്ചു പോയ മുറിവുകൾ ധാരാളമുള്ള ഒരു ജനതയുടെ ഇടയിൽ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ചരിത്രപരമായ ഓർമ്മപ്പെടുത്തലുകളും സ്പർശനങ്ങളുമൊക്കെ ആന്തരികമായിട്ട് നമ്മളെ ഒരുപാട് മാറ്റും. എന്നെ അത് ഒരുപാട് മാറ്റിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഞാൻ ബംഗാളികളുമായിട്ട് അങ്ങനെ വലിയ രീതിയിൽ ഇടപഴകിയിട്ടില്ല. അതിനുള്ള അവസരം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒറ്റയ്ക്കുള്ളൊരു ജീവിതമായതുകൊണ്ട് നമ്മുടേതായ സ്വന്തം വീട്ടുജോലികളും വായനയും എഴുത്തുമൊക്കെ കഴിഞ്ഞിട്ട് മിച്ചം കിട്ടുന്ന കുറച്ച് സമയത്ത് എനിക്ക് അവിടെ യാത്ര ചെയ്യാൻ പോലും പറ്റിയിട്ടുള്ളൂ. ബംഗാളികളുടെ വലിയ വലിയ പരിപാടികളിലൊക്കെ അപൂർവമായിട്ടേ പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ അന്തരീക്ഷം, ആ നഗരത്തിൻ്റെ ഒരു വായു, പ്രാണവായു എന്നെ അടിമുടി മാറ്റിപ്പണിതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ജീവിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നഗരമാണ് കൊൽക്കത്ത. അപ്പോൾ കോവിഡിന് ശേഷം ഞാൻ ഭാഗികമായിട്ട് ബാംഗ്ലൂരിലേക്ക് താമസം മാറിയെങ്കിൽ പോലും ഇടയ്ക്കിടെ പോയി വരുന്നത് ഈ
ബംഗാളിൽ നിന്ന് ശ്വസിക്കാൻ കിട്ടുന്ന കാറ്റ് എന്നെ ഉന്മേഷപ്പെടുത്തും എന്നുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ എൻ്റെ രചനകളിൽ 2014 ശേഷം വന്നിട്ടുള്ള ക്രമാനുഗതമായ മാറ്റങ്ങളും എൻ്റെ കൊൽക്കത്ത ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാവാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.